നമ്മുടെ മാതാവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ, പിതാവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ നമുക്കത് അറിയില്ല എന്നുള്ളതാണ് നബിയോട് നമുക്ക് ബന്ധം കുറഞ്ഞു വാങ്ങാൻ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഈ ലോകത്ത് ലോകമുണ്ടാകാനുള്ള കാരണം കല്ലാ വലാ ഖുലിഖൽ വറാ ലൗലാകാ, അങ്ങില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ പടക്കുമായിരുന്നില്ല. കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ, ഞാൻ എല്ലാവരും എന്നെ അറിയട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ മുഴുവൻ പടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ സൃഷ്ടികളെ പോലും ഞാൻ പടക്കാൻ തീരുമാനിച്ചത് അതിന്റെ കാരണമായി ഞാൻ കണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ മത്താ വജബത്ത് ലക്കൻ നുബുവ, എപ്പോഴാണ് അങ്ങ് നബിയായിട്ട് തീരുമാനിക്കപ്പെട്ടത്? ഞാൻ മുമ്പേ നബിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. വ ആദമു ബൈന റൂഹി വൽ ജസദ്, ആദം നബി അലൈഹിസ്സലാം ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടയിലായി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ പ്രവാചകനായി നബിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയായിരുന്നു, ഒരു നബി വരാനുണ്ട്, ഒരു നബി വരാനുണ്ട്, ഒരു നബി വരാനുണ്ട്. എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. ക്രിസ്തു മതത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബ്ദുൽ അഹദ് ദാവൂദ് എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ക്രിസ്തീയ പണ്ഡിതൻ മുസ്ലിമായിട്ട് മാറിയിട്ടുണ്ട്. റുമേനിയയിലെ ഒരു വലിയ പള്ളിയിൽ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ഫാദർ ഡേവിഡ് ബെഞ്ചമിൻ എന്നായിരുന്നു. അതേ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് ബൈബിൾ ആൻഡ് ഖുർആൻ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ബൈബിളിൽ കണ്ടു ഈസാ നബി അലൈഹിസ്സലാം വരാനിരിക്കുന്ന മുഹമ്മദുർ റസൂൽ എന്ന നബിയെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയാം, എന്നിട്ട് അദ്ദേഹം അതിലുള്ള ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്, ഐ ഷാൾ ഗോ ടു ദി ഫാദർ. യേശുവിന്റെ വലിയ വർത്തമാനം, ദൈവത്തിന്റെ സംസാരം. And he will send you another apostle. ഞാൻ ദൈവത്തിങ്കലേക്ക് യാത്രയാവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേറെ ഒരു അപ്പോസ്തലനെ അയക്കുന്നു. His name shall be Paracletus. അദ്ദേഹത്തിന്റെ പേര് പെരാക്ലിറ്റസ് എന്നാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം പറയുന്നു. ആ വാക്കിന് കൃത്യമായ ഒരു അറബി ട്രാൻസ്ലേഷൻ ഉണ്ട് എങ്കിൽ അത് അഹ്മദ്. പെരിക്ലിറ്റസ് എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥം ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അഹ്മദ്. ഈ അഹ്മദ് എന്നതാണ് ഖുർആനിൽ ഞാൻ കണ്ടത്. ഇത് വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. എന്താണ് ആ റസൂലിന്റെ പേര്? അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരും വേദങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് വരാനുണ്ട് എന്ന വലിയ ഒരു യാഥാർത്ഥ്യം പറയുകയായിരുന്നു. അല്ലേ? തൂനെ ജഹാമേ महफिल सजाई तारीकियों में शम्आ जलाई तू तेरे लिए है दुनिया बनी है नीले फलक की चादर तनी है गर तू न होता तो दुनिया थी खाली सारे नबी तेरे दर के सवाली. അങ്ങില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ ഈ ലോകമേ ഉണ്ടാകുമായിരുന്നില്ല.
അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴും പറഞ്ഞു, നബിയെ ഇത് വേണോ നിങ്ങൾക്ക് സ്വർണമായിട്ട്? അല്ലേ? വറാവദതുൽ ജീബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫആറാഹ അയ്യാമാ ശമമി. പർവ്വതങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണായി തന്നാലോ? പക്ഷെ എന്താ പറഞ്ഞത്? വേണ്ട വേണ്ട വേണ്ട. എന്തേ കാരണം? വകൈഫ തദ്ഉ ഇല ദുനിയാ ലറൂറതു മൻ ലൗലാഹു ലം തുഖ്ലഖി ദുനിയാ മിനൽ ആദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു തആല ആ നബിയെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ഞാൻ പറയുന്നത് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്, ഒരു ഷഹാദത്ത് ചൊല്ലും. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് തന്നെ ഭയങ്കര പേരല്ലേ? വഖദ് സമ്മാനില്ലാഹു അഹ്മദ്. അല്ലാഹു എനിക്ക് പേരിട്ടത് മുഹമ്മദ് എന്നല്ല, അഹ്മദ് എന്നാണ്. ഖുർആനിൽ മുഹമ്മദ് എന്ന പേര് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ഈ സമുദായം അല്ലാഹുവിനെ സ്തുതിക്കുന്ന സമുദായമാണ്. ആ സമുദായത്തിന്റെ നായകന് സ്തുതിക്കപ്പെട്ടവൻ എന്നല്ലാതെ എന്തു പേരാണ് അല്ലാഹു നൽകുന്നത്? ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചയാൾ ഈ പേരിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി. കൗനൈൻ രണ്ട് ലോകത്തിന്റെയും നേതാവാണ്. ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തോടെ പഠിക്കണം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തൊക്കെ എല്ലാവരും ചൊല്ലൂ. മുഹമ്മദ് മുസ്തഫ ആരാ? സയ്യിദുൽ കൗനൈൻ. രണ്ട് ലോകവും. ഏതാണ് ആ ലോകം? അദ്ദുന്യാ വൽ ആഖിറ. ദുനിയാവിലെ നേതാവാണ്, ആഖിറത്തിലെയും നേതാവാണ്. ദുനിയാവിലെ നേതാവ് എന്ന് പറഞ്ഞാൽ ആരുടെ നേതാവ്? പ്രപഞ്ചമേ, പ്രപഞ്ചത്തിന്റെ നേതാവ്, മരങ്ങളുടെ നേതാവ്, കല്ലുകളുടെ നേതാവ്, പറവകളുടെ നേതാവ്, പക്ഷികളുടെ നേതാവ്, ഉറുമ്പുകളുടെ നേതാവ്, പൂക്കളുടെ, പുഴുക്കളുടെ, തരുക്കളുടെ, താരുക്കളുടെ എല്ലാവരുടെയും നേതാവാണ് നമ്മുടെ കരളിന്റെ കഷ്ണം മുഹമ്മദ് മുസ്തഫ. എല്ലാവരുടെയും, എല്ലാവർക്കും അത് അറിയും ചെയ്യാം. എല്ലാവർക്കും അതറിയും ചെയ്യാം. അതുകൊണ്ടല്ലേ നബിയെ കാണുമ്പോൾ കല്ലുകൾ നബിയോട് സലാം പറഞ്ഞത്? നബിയോട് സലാം പറഞ്ഞു കല്ലുകൾ, അല്ലേ? കല്ലുകൾ റസൂലുള്ളാഹിയുടെ കയ്യിലിരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലി. നബ്ദം ബിഹി ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ നബ്ദൽ മുസബ്ബിഹി മിൻ അഹ്ശാഇ മുൽതഖിമി. നബ്ദം ബിഹി, റസൂലുള്ള കല്ലുകളെ വലിച്ചെറിഞ്ഞു. ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ, കൈവെള്ളയിൽ ഇരുന്നു കൊണ്ട് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. അത് കഴിഞ്ഞിട്ട് റസൂലുള്ള വലിച്ചെറിഞ്ഞു. ഏതുപോലെ? വലിച്ചെറിഞ്ഞതുപോലെ. ആര്? മത്സ്യം വലിച്ചെറിഞ്ഞതുപോലെ തസ്ബീഹ് ചൊല്ലിയപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബിയാണ് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ കല്ലുകളെ വലിച്ചെറിഞ്ഞു. ഹദീസുകൾ നിവേദനം ചെയ്യപ്പെട്ടതാണ്. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫം മിനൽ ഹസാ. റസൂലുള്ളാഹി ഇങ്ങനെ കുറച്ച് കല്ലുകൾ എടുത്തു. ഫസബ്ബഹന ഫീ യദിഹി, അത് കയ്യിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലി. ഹത്താ സമിഅന തസ്ബീഹ, ഞങ്ങളൊക്കെ അതിങ്ങനെ കേൾക്കുകയാ. എന്തേ കാര്യം? കല്ലുകളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. എല്ലാം കല്ലുകള്.
എല്ലാ കല്ലുകളുടെയും നേതാവ്. മരങ്ങൾ ഇന്നിപ്പോ വലിയ സംഭവമാണ്. എന്ത് മരം നടുക? അത് വളരുന്നുണ്ടോ, അത് വലുതാകുന്നുണ്ടോ, ഇതൊന്നും ആർക്കും പ്രശ്നമല്ല. എല്ലാവർക്കും എന്ത് ചെയ്യണം? മരം നടുന്നത് പത്രത്തിൽ കൊടുത്തിട്ട് ഫോട്ടോ വരണം. ഇവിടുത്തെ ആളുകളെ പറ്റിയിട്ടോ SKSF പറ്റിയിട്ടോ അല്ലട്ടോ ഞാൻ പറയുന്നത്. എല്ലായിടത്തും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? എല്ലാ പ്രകൃതി എന്തെന്നതിന് പറയാം, പരിസ്ഥിതി ദിനം, അതിനോടനുബന്ധിച്ചുള്ള മരങ്ങളെങ്ങാനും ഇവിടെ നട്ടിട്ടുണ്ടെങ്കിൽ ഈ കേരളം വലിയൊരു വനമായി മാറിയനെ എന്നെനിക്ക് തോന്നാറുണ്ട്. മരങ്ങളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഒരു മരം മുറിക്കരുത്, നിങ്ങൾ യുദ്ധം ചെയ്യാണ്, നിങ്ങളുടെ ശത്രുവാണ്. മരം മുറിക്കല്ലേ, നിങ്ങൾ മരം നടണേ, നിങ്ങൾ ചെടി നടണേ. അത് തസ്ബീഹ് ചൊല്ലും. നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം നട്ടുപിടിപ്പിക്കുകയും ആ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും ഫലമുണ്ടാവുകയും ചെയ്താൽ, അതിൽ നിന്ന് ആരെങ്കിലും കഴിച്ചാൽ, ഇന്നിപ്പോ അടുക്കളത്തോട്ടം, ഇതൊക്കെ റസൂലിന്റെ കൽപ്പനയാണ്. അടുക്കളത്തോട്ടം ഉണ്ടാക്കലും, വഴുതനങ്ങ ഉണ്ടാക്കലും, കയ്പ ഉണ്ടാക്കലും, പയറുണ്ടാക്കലും, അതിൽ നിന്ന് അറുത്തെടുക്കലും, അതിൽ നിന്ന് ഭർത്താവിനെ ഭക്ഷിപ്പിക്കലും, അതിൽ നിന്ന് മക്കൾക്ക് വിഭവം ഉണ്ടാക്കലും ഒക്കെ നബിയുടെ കൽപ്പനയാണ്, നബിയുടെ മാതൃകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരങ്ങളുടെ നേതാവായിരുന്നു. അതിനെ സ്നേഹിച്ചു. അത് മുറിക്കരുതെന്ന് പറഞ്ഞു. ഒരു മരത്തെ കല്ലെടുത്തെറിഞ്ഞ ഒരു കുട്ടിയോട് ആ മരത്തിന് വേദനയാകില്ലേ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഅത് ലി ദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. എന്താ പറഞ്ഞത്? മരം നബി തിരുമേനിക്ക് കീഴടങ്ങിയ സംഭവങ്ങൾ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു. ഒരിക്കൽ ഞങ്ങൾ നബിയോട് കൂടെ സഞ്ചരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ആവശ്യം വന്നു. മരുഭൂമി വിശാലമാണ്, കുറച്ച് ദൂരെ ഒരു മരമുള്ളൂ. റസൂലുള്ളാഹി ആ മരത്തിന്റെ അടുക്കൽ ചെന്നു. ഞാൻ പിന്നാലെ ചെന്നു, ആരും കാണാതിരിക്കണമല്ലോ. റസൂലുള്ളാഹി പറയുകയാണ്, ഫഅഖദ ബിഅമിൻ അഗ്സാനിഹാ, അതിന്റെ കൊമ്പിൽ പിടിച്ച് നബി തിരുമേനി പറഞ്ഞു, കൊമ്പേ ഇങ്ങോട്ട് താഴ്ന്നു വാ. ആ മരത്തിന്റെ കൊമ്പുകൾ മുഴുവൻ ഒരു മറയായി, ലോകത്തിന്റെ നേതാവേ അങ്ങയെ മറ്റാരും കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മരങ്ങൾ താഴേക്ക് വീണു എന്ന് സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാൻ വിചാരിച്ചു ആ മരം ഒന്നായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലേക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് സയ്യിദുന ജാബിർ റളിയല്ലാഹു. വേറെ ഒരു ഹദീസ്, ജാഅ അഅറാബിയുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അഅറാബി നബിയുടെ അടുക്കൽ വന്നു. നബിയേ, ഇന്നി ഖദ് അസ്ലംതു, ഞാൻ മുസ്ലിമായിട്ടുണ്ട് നബിയേ. ഫഅരിനി ശൈഅൻ അസിദ് ബിഹി യഖീനാ, എനിക്കൊന്നുകൂടെ ഇസ്ലാം ഉറപ്പാകാനുള്ള എന്തെങ്കിലും തരണം. നബി തിരുമേനി ചോദിച്ചു, മല്ലദീ തുരീദു, എന്താ നിനക്ക് വേണ്ടത്? നബി തിരുമേനി അതാണ് ചോദിച്ചതാണ്, എന്താ വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അറാബി പറയണേ, ഉദ്ഉതിൽ കശജറ ഫൽതഅതിക്, ആ കാണുന്ന മരമുണ്ടല്ലോ, ആ മരത്തെങ്ങോട്ട് വിളിക്ക്, അത് നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ. സ്വഹാബി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ മനുഷ്യനോട്, ഇദ്ഹബ്, നീ പോയിട്ട് നീ അതിനോട് പറയൂ, നിന്നെ വിളിക്കുന്നുണ്ട്, റസൂലുള്ള വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അജീബി റസൂലല്ലാഹ്, റസൂലുള്ളാഹിക്ക് ഉത്തരം നൽകൂ എന്ന് ആ മരത്തോട് പോയി നീ പറയൂ എന്ന് പറഞ്ഞു. ഇയാള് വേഗം പോയി, അറാബിയാണല്ലോ, ഇയാൾ ചെന്നിട്ട് പറഞ്ഞു, മരമേ നിന്നെ റസൂലുള്ള വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സ്വഹാബികൾ ഇതിങ്ങനെ കാണുകയാണ്. ഫമാലത് അലാ ജാനിബിൻ മിൻ ജവാനിബിഹാ, ആ മരം ഇങ്ങനെ ചാഞ്ഞു. അതിന്റെ വേരുകളൊക്കെ ഇങ്ങനെ അറ്റുപോയി. അതിന്റെ എല്ലാം വേരുകളൊക്കെ അറ്റ് അത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വന്നു. സഹാബികൾ പറയാണ്,
ഫഖാലത്, എന്നിട്ടത് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അറാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ ഹസ്ബി ഹസ്ബി, എനിക്കിത് മതി നബിയേ, മതി നബിയേ. ഫഖാല ലഹാ, ആ മരത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇർജിഇ, തിരിച്ചു പോ. അറാബി അന്തം വിടാൻ വേറെ എവിടെയെങ്കിലും പോണോ? അറാബി പറഞ്ഞു, നബിയേ അതഅ്ദനുലി, എനിക്കങ്ങ് സമ്മതം നൽകുമോ? അൻ ഉഖബ്ബില റഅസക വരിജ്ലൈക, ഞാൻ അങ്ങയുടെ കാലൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ, ഞാൻ അങ്ങയുടെ കൈയൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ. ഓക്കെ, ചുംബിച്ചു കൊള്ളൂ. അത് ചുംബിച്ചപ്പോ ഇയാൾക്ക് പോരാ, ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദല്ലി അൻ അസ്ജുദ ലക, ഞാൻ അങ്ങേക്കൊന്ന് സുജൂദ് ചെയ്യട്ടെ. പൂതി തീർന്നില്ല, ഞാൻ അങ്ങേക്കൊന്ന് സുജൂദ് ചെയ്യട്ടെ. ഈ അറാബിയുടെ മനസ്സ് എത്ര വലുതാണ്. ഈ അറാബി റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ ഞാൻ അങ്ങേക്ക് സുജൂദ് ചെയ്യട്ടെയോ നബിയേ? നബി തിരുമേനി പറയുകയാണ്, അത് വേണ്ട, ഒരു മനുഷ്യന് മറ്റൊരാളുടെ മേൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ, വലൗ അമർതു അഹദൻ, ഞാൻ ആർക്കെങ്കിലും സുജൂദ് മറ്റൊരാളുടെ മുമ്പിൽ ചെയ്യണമെന്ന് കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ, ലഅമർതുൽ മർഅത, ഞാൻ പെണ്ണിനോട് കൽപ്പിക്കുമായിരുന്നു, അന്തസ്ജുദ ലിസൗജിഹാ, അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ അവൾ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.